മീൻ മുട്ട കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും പലഹാരങ്ങളുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഈ ഒരു മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ണമീനിൻ്റെ മുട്ടയാണ്. അപ്പോൾ ഈ ഒരു മീനിന് പല ഭാഗത്തായിട്ട് പരാലി മീനെന്നും പറയും. അപ്പോൾ നമുക്കിത് എത്രത്തോളം കിട്ടിയിട്ടേ ഉള്ളൂ. കുറച്ച് കൂടുതൽ നമുക്കിത് ഇങ്ങനെ മുട്ട സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ മീൻ നേരാക്കുമ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കുറച്ചായതുകൊണ്ട് ഞാനിതാ ചെറിയൊരു പാനാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഈ ഒരു മീൻ മുട്ട എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വിറ്റമിൻ B12 വിറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിനായാലും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറിനായാലും നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനായാലും BP ഒക്കെ ഒന്ന് ലോ ചെയ്യാനൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മരുന്നും കൂടിയാണെന്ന് പറയാം. നമ്മുടെ ഈ ഒരു മീൻ മുട്ട എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ഏകദേശം ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു പകുതി തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി കൂടി ഒന്ന് നന്നായി ഉടഞ്ഞു വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര മസാല ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടണം. നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. നമ്മളിതിൽ സവാള ഇട്ട് കൊടുക്കുന്നില്ല, ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മുട്ട മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതാ നമ്മൾ ആ ഒരു മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മുടെ മീൻ മുട്ട കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മസാല കുറവാണുള്ളത്. എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് സൈഡാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് കേട്ടോ അത്. നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉള്ളിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. മീനിൻ്റെ മുട്ട നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. അത് സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേ ഇത് നേരാക്കണ സമയത്ത് കിട്ടിയത് കൊണ്ടാണ് ഇത്ര കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളത്. ഇത് നമുക്ക് മത്തിൻ്റെയൊക്കെ മുട്ടയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അതും നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനൊക്കെ കിട്ടും. പക്ഷെ അതൊരു സമയമൊക്കെ ഉണ്ട് ആ ഒരു മീൻ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട്. അത് ആ മീൻ മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു മീൻ മുട്ട റെഡിയായി കിട്ടും. ഒരുപാട് ഇളക്കി കൊടുക്കാനും പാടില്ല. അപ്പോൾ അത് നമ്മളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ്. നമ്മുടെ മീൻ മുട്ട കണ്ടില്ലേ, ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിത് ഡ്രൈ ആയിട്ട് ഒരു റോസ്റ്റ് പോലെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഫുള്ളാക്കി കൊടുത്താൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു മീൻ മുട്ട കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. മീൻ മുട്ടയിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രെയിനിനായാലും നമ്മുടെ ഓർമ്മശക്തിക്കും പ്രതിരോധ ശക്തിക്കും ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കുന്നത് അവർക്കൊക്കെ നല്ലൊരു ബെനിഫിറ്റ്സാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ മീൻ മുട്ട ആ ഒരു മസാല നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻ മുട്ട കൊണ്ടിട്ടുള്ള ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. ആ ഒരു കറിവേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് ഇതിൽ ഇറങ്ങിക്കോളും. അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു പാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചൂട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ ആ ഒരു മുട്ട റോസ്റ്റ് കണ്ടില്ലേ, നല്ല മീൻ മുട്ട റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്